സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 2-ാം മാസത്തിന്റെ 3-ാമത്തെ ഞായറാഴ്ച കൂടി വന്ന് കർത്താവിനെ ആരാധിപ്പാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കുന്ന നല്ല കൃപയ്ക്കായി നല്ല അവസരത്തിനാണ് ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്ന ഒരു ചിന്ത നമുക്കൊന്നിച്ച് പങ്കുവെച്ച് കേട്ട് പ്രാർത്ഥിക്കാം. പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 1 മുതൽ 4 വരെയുള്ള വേദഭാഗങ്ങൾ ഒരാൾക്ക് വായിക്കും. പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വേദഭാഗങ്ങൾ. വിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു. വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി ദമസ്കോസിലെ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരൂശലേമിലേക്ക് കൊണ്ടുവരത്തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവരോട് അധികാരപത്രം വാങ്ങി പ്രയാണം ചെയ്ത് ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തിൽ നിന്നൊരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. അവൻ നിലത്തു വീണു. ശൗലേ ശൗലേ എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. അത് പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വേദഭാഗങ്ങളാണ് നാം വായിച്ചു കേട്ടത്. ശൗൽ എന്ന വ്യക്തിയെ മനസ്സാന്തരത്തിലേക്ക് മുഖാന്തരമാക്കി പൗലോസ് എന്ന വ്യക്തിയാക്കുന്ന ആ ഒരു രൂപാന്തരത്തിന് ഇടവരുത്തിയ സംഭവമാണ് നാം വായിച്ചു കേട്ട വേദഭാഗം. പ്രവൃത്തികളുടെ പുസ്തകം എന്ന് പറയുന്ന ആദിമസഭയുടെ 35 വർഷത്തെ ചരിത്രം അടങ്ങിയിരിക്കുന്ന ഒരു പുസ്തകമാണ് പ്രവൃത്തികളുടെ പുസ്തകം എന്ന് പറയുന്നത്. പ്രവൃത്തികളുടെ പുസ്തകത്തിനകത്ത് പകുതി എന്ന് പറയാൻ കഴിയത്തില്ല, കാൽഭാഗം മുതൽ ശൗൽ എന്ന വ്യക്തിയെ കുറിച്ച്, ശൗലിന്റെ സ്വഭാവത്തെ കുറിച്ചും ശൗൽ പൗലോസായതിനെ കുറിച്ചും പിന്നീട് അങ്ങോട്ട് പൗലോസിന്റെ ജീവചരിത്രത്തെ കുറിച്ചും പൗലോസ് എങ്ങനെ വിശ്വാസത്തിൽ വന്നു എന്നതിനെ കുറിച്ചും പൗലോസ് പലരുടെയും മുമ്പിൽ ദൈവത്തെ സാക്ഷീകരിക്കും, തന്റെ സാക്ഷ്യങ്ങളും അങ്ങനെ അങ്ങോട്ട് തുടങ്ങുന്ന ഒരു പുസ്തകമാണ് പ്രവൃത്തികളുടെ പുസ്തകം. പ്രവൃത്തികളുടെ പുസ്തകം കഴിഞ്ഞ് അങ്ങോട്ട് പിന്നെ പൗലോസിന്റെ ലേഖനങ്ങളാണ് പിന്നീട് അങ്ങോട്ട് ദൈവസഭയ്ക്ക് തിരുവചനത്തിനകത്ത് കാണുവാൻ സാധിക്കുന്നത്. അപ്പം സഭാചരിത്രത്തിനകത്ത് ഈ പ്രവൃത്തികളുടെ പുസ്തകത്തിനകത്ത് 9-ാം അധ്യായത്തിനകത്ത് ആദ്യം മുതലുള്ള വാക്യങ്ങളിൽ നാം വായിച്ചു കേട്ട നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു സംഭവമാണ്. നമുക്കെല്ലാവർക്കും നന്നായി അറിയാവുന്ന ഒരു വേദഭാഗവും പശ്ചാത്തലങ്ങളുമാണ്. ഇതിനകത്തു നിന്നും പൗലോസിനെ കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. സ്തോത്രം. അപ്പം ആദ്യം വായിച്ച ആ 1 മുതൽ 4 വരെയുള്ള വേദഭാഗങ്ങളിൽ പൗലോസിന് ഉണ്ടാകുന്ന ഒരാത്മീയ അനുഭവമാണ് അവിടെ നാം കാണുന്നത്. പിന്നൊരിക്കലും എന്ന് പറഞ്ഞാൽ ഈ അനുഭവത്തിന് ശേഷം തന്റെ ഓട്ടം പൂർത്തീകരിച്ച് തനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ നിത്യതയിൽ ചെല്ലുന്നത് വരെയും തന്റെ ഓട്ടത്തിൽ താൻ വിശ്വസ്തനായിരുന്നു, നീതി പുലർത്തിയിരുന്നു, ദൈവത്തോടുള്ള കൂറും മമതയും ഉള്ളവനായിരുന്നു. അതുകൊണ്ട് മറന്നുപോയത് ആ തലത്തിൽ പൗലോസിനെ രൂപപ്പെടുത്തി എടുക്കുവാൻ ആ വെളിച്ചത്തിന് കഴിഞ്ഞു. അതാണ് നാം വായിച്ച വേദഭാഗത്തിനകത്ത് നട്ടുച്ച സമയത്ത് ആകാശത്തു നിന്ന് ഒരു വെളിച്ചം ചുറ്റി മിന്നി. അവൻ നിലത്തു വീണു. അവൻ കൂടെ വന്നവർ ആ വെളിച്ചം കണ്ടില്ല, കൂടെ വന്നവർ ശബ്ദം കേട്ടില്ല, കൂടെ വന്നവർ ആരും വീണില്ല. ആരെയാണോ ദൈവത്തിന് തൊടേണ്ടത് അവനെ കർത്താവ് തൊടും. ഇന്ന് പകൽക്കാലം ഭാരപ്പെട്ടിരിക്കുന്നവരോട്, നിരാശപ്പെട്ടിരിക്കുന്നവരോട് ദൈവത്തിന്റെ ആലോചന കൈമാറുകയാണ്. ആർക്കു വേണ്ടിയാണോ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നത്, ആർക്കു വേണ്ടിയാണോ ഈ ദിവസങ്ങൾ അധികമായി കരയുന്നത്, ആ വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുന്ന ദിവസങ്ങളായി ഈ ദിവസങ്ങൾ ദൈവാത്മാവ് മാറ്റാൻ പോകുകയാണ്. കണ്ട പൗലോസ് ശൗൽ എന്ന വ്യക്തിയുടെ മാനസാന്തരത്തിന് വേണ്ടി സഭകൾ ഉണർന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം, ദൈവദാസന്മാർ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം. എന്തു തന്നെയായാലും 9-ാം അധ്യായത്തിൽ ആർക്കും മാറ്റാൻ കഴിയാത്തവരെ ദൈവം മാറ്റിയെടുക്കുകയാണ്, ആർക്കും വഴങ്ങാത്തവരെ ദൈവം വഴക്കിയെടുക്കുകയാണ്, ആർക്കും കീഴ്പ്പെടാത്തവൻ ദൈവത്തിന്റെ മുമ്പിൽ കീഴടങ്ങുകയാണ്, ആരുടെയും മുമ്പിൽ പരാജയം സമ്മതിക്കാത്തവർ ദൈവത്തിന്റെ മുമ്പിൽ പരാജയം സമ്മതിക്കുകയാണ്. ഈ 4 വാക്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം: ദൈവവും പൗലോസും തമ്മിലുള്ള യുദ്ധമായിരുന്നു. ദൈവവും പൗലോസും അല്ലെങ്കിൽ ദൈവവും ശൗലും തമ്മിലുള്ള യുദ്ധത്തിൽ പല വിജയങ്ങൾ ശൗലിനുണ്ടായിട്ടുണ്ട്. പക്ഷെ അന്തിമമായ വിജയം അവന്റെ അകത്ത് വ്യാപരിച്ചിരിക്കുന്ന ആ പ്രമാണങ്ങളെ പുറത്തു കളഞ്ഞുകൊണ്ട് ഒരു വലിയ ആത്മീക സത്യത്തെ അവന്റെ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയാണ്. അവസാന യുദ്ധത്തിനകത്ത് ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ക്രിസ്തു ജയിക്കുകയാണ്. ക്രിസ്തു പൗലോസിന്റെ മേൽ നീതിസൂര്യനെ പോലെ
പ്രശോഭിക്കുകയാണ്. അന്ന് മുതൽ ക്രിസ്തുവിന് വേണ്ടി ഓടാൻ തുടങ്ങിയതാ. നിത്യത വരെയും അവന്റെ കാലുകൾക്ക് ആമേൻ മങ്ങലേറ്റിട്ടില്ല, അവന്റെ കണ്ണുകൾക്ക് മങ്ങലേറ്റിട്ടില്ല, അവന്റെ കാലുകളുടെ വേഗതയൊട്ടും കുറഞ്ഞിട്ടില്ല. അതിശീഘ്രമായി ബഹുദൂരം ആമേൻ കുറച്ചു സമയം കൊണ്ട് അധിക കാര്യങ്ങൾ ചെയ്തെടുത്ത ആമേൻ അദൃശ്യനായ ഒരു പ്രതിഭടനയായിരുന്നു പൗലോസ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യ ജീവിതം കൊണ്ട് ഇത്രയൊക്കെ ചെയ്തെടുക്കാൻ കഴിയുമോ എന്ന് ആശ്ചര്യപ്പെടുമാറ് സ്തോത്രം അസാധാരണമായ ദൈവപ്രവൃത്തികളും ആമേൻ ചെയ്തെടുത്ത ഒരു മനുഷ്യൻ. എത്രത്തോളം സഭകളെ പൂട്ടിച്ചോ അതിനേക്കാളും 7 മടങ്ങ് അധികമായി, അവൻ 100 മടങ്ങ് അധികമായി അനേകം സഭകളെ തുറപ്പിച്ചവൻ, ഉടലെടുപ്പിച്ചവൻ. അവൻ തന്നിലൂടെ ആത്മപകർച്ചകൾ സംഭവിച്ചോ, തന്നിലൂടെ ആത്മാവിന്റെ പ്രവൃത്തികളെ ആമേൻ ഹല്ലേലൂയ ജനം കാണുവാൻ ഇടവന്നു. തന്നെ കണ്ട അനേകർ ക്രിസ്തുവിന്റെ പത്രങ്ങളായി മാറ്റി. അനേകരെ അവൻ തന്നിലൂടെ ദൈവത്തിനു വേണ്ടി ആദായപ്പെടുത്തുവാൻ തന്റെ ജീവിതം കൊണ്ട് സാധിച്ചു. അപ്പം ഇവിടെ ദൈവവും ഒരു മനുഷ്യനും തമ്മിലുള്ള യുദ്ധം. അതിന്റെ അവസാന നിമിഷം ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ആമേൻ ശൗലിനെ സ്വീകരിച്ചത് സ്വർഗത്തിലെ ദൈവമാണ് എന്ന് പറഞ്ഞാൽ നിന്റെ ഓട്ടം ഇവിടെ കൊണ്ട് നിന്നു, നീ ഇനിയും ഓടാൻ പോകുന്നത് എനിക്ക് വേണ്ടിയാ. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് അനനിയാസിന്റെ ആമേൻ മുറിക്കകത്ത് ആമേൻ അനനിയാസിനോട് പറയുന്നത്, നേർവീതി എന്ന തെരുവിൽ ചെല്ലുക, യൂദയുടെ വീട് ചോദിക്കുക, അവിടെ ശൗൽ എന്നൊരു വ്യക്തിയോ ചോദിക്കുക, അവന് വേണ്ടി പ്രാർത്ഥിക്കുക. അവന് കാഴ്ചയില്ലാത്തവനാ, അവന് കാഴ്ച ലഭിക്കും, അവന് വേണ്ടി പ്രാർത്ഥിക്കുക. കൃത്യമായി പറഞ്ഞു കൊടുത്തൊരു അഭിഷക്തനെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുക. പക്ഷെ അനനിയാസ് ചോദിക്കുന്ന ഒരു ചോദ്യം, ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഹല്ലേലൂയ, അവൻ സഭകളെ പീഡിപ്പിച്ച് മുടിച്ചവനല്ലേ, അവൻ ഹല്ലേലൂയ അവൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയവനല്ലേ. പക്ഷെ കർത്താവ് പറയുന്ന ഒരു കാര്യം, അവൻ ഇതുവരെ ഓടിയതിനേക്കാൾ അധികമായി എനിക്ക് വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ ഇതുവരെ അവൻ അനേകരെ കഷ്ടപ്പെടുത്തുകയായിരുന്നു. എന്നാൽ ഇന്നു മുതൽ എനിക്ക് വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ ഞാൻ അവനെ മാറ്റിയെടുക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് പകൽ മറന്നു പോകരുത്. ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥന നിഷ്ഫലമല്ല. ആ വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുന്ന ആത്മശക്തിയുടെ വ്യാപാരം ഈ ദിവസങ്ങൾ വെളിപ്പെട്ടു വരും. ഇത് രൂപാന്തരത്തിന്റെ ദിവസങ്ങളാണ്, ഇത് ആ രൂപാന്തരത്തിന്റെ ദിവസങ്ങളാണ്, ഇത് മടങ്ങി വരവിന്റെ ദിവസങ്ങളാണ്, ഇത് മാനസാന്തരത്തിന്റെ ദിവസങ്ങളാണ്. ഈ ദിവസങ്ങൾ ചിലർ പുറത്തു വരാൻ പോകുകയാ. ദൈവത്തിന് പ്രയോജനമുള്ള ചിലർ ഈ ദിവസങ്ങൾ പുറത്തു വരാൻ പോകുകയാ. ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവജനം ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആർക്കും വേണ്ടാത്തവനെ ദൈവത്തിന് പ്രയോജനമാകുന്ന പാത്രമാക്കി തീർക്കുക. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, മുമ്പേ എനിക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, എന്നാൽ എനിക്കും നിനക്കും ഒരുപോലെ ഇപ്പോൾ പ്രയോജനമുള്ളവനാക്കി മാറ്റുന്ന ദൈവത്തിന്റെ ശക്തി. അതുകൊണ്ട് മറന്നു പോകരുത്, ദൈവത്തിന്റെ പ്രവൃത്തി ആമേൻ തക്ക സമയത്ത് തന്നെ വെളിപ്പെടും. അപ്പം പൗലോസിന്റെ ദർശനങ്ങൾ, പൗലോസ് ദർശനങ്ങളുടെ ഒരു മനുഷ്യനായിരുന്നു. പൗലോസ് ദർശനങ്ങളുടെ ഒരു മനുഷ്യൻ. 1, 2, 3 പറയാൻ പോയാൽ ഒരുപാട് പറയേണ്ടതായിട്ടുണ്ട്. എങ്കിലും പ്രധാനമായ ചില ഭാഗങ്ങൾ മാത്രം ചിന്തിച്ചു പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് ദർശനങ്ങളുടെ ഒരു മനുഷ്യൻ. ഞാൻ പറയും, ദർശനം ആരംഭിച്ചത് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ചാണ്. ആരും കാണാത്തത് കണ്ടു തുടങ്ങി, ആരും കേൾക്കാത്തത് കേട്ടു തുടങ്ങി, ആരും പ്രവർത്തിക്കാത്തതുപോലെ ശൗലിന്റെ മേൽ ദൈവപ്രവൃത്തിയുടെ കരം പതിഞ്ഞു തുടങ്ങി. അവിടെ കൊണ്ടാണ് ദർശനങ്ങളുടെ ആരംഭം സംഭവിക്കുന്നത്. ക്രിസ്തുവിന്റെ ദർശനം കണ്ടവൻ, ക്രിസ്തുവിനെ കണ്ടവൻ. ഞാൻ പറയും, ക്രിസ്തുവിനെ കണ്ടില്ലെങ്കിലും ദൈവശബ്ദം കേട്ടവനാണ് ആമേൻ പൗലോസ് എന്ന് പറയുന്നത്. ദൈവശബ്ദം കേട്ടവൻ. നീ ആരാകുന്നു കർത്താവേ? അതേ, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ എന്ന് പറയുന്ന ദൈവശബ്ദം കേട്ടവൻ. അപ്പം മറ്റാരും ആമേൻ ഹല്ലേലൂയ കാണാത്തത് കണ്ടും, മറ്റാരും കേൾക്കാത്ത ശബ്ദം കേട്ടും, മറ്റാരുടെയും ജീവിതത്തിൽ വെളിപ്പെടാത്ത വിധത്തിൽ ഒരു കരം അവനെ തൊടുകയും ചെയ്തപ്പോൾ അവന്റെ ജീവിതം അടിമുടി മാറുകയാണ്. പിന്നെ അവൻ ആമേൻ ഹല്ലേലൂയ പിന്നെ അവൻ സഭകളെ നശിപ്പിക്കുന്നവനല്ല, സഭകളെ ഉടലെടുപ്പിക്കുന്നവനാണ്. പിന്നെ അവൻ സഭകളെ ആമേൻ ഹല്ലേലൂയ ചെത്തിക്കളയുന്നവനല്ല, സഭയെ വളർത്തുന്നവനാണ്. അതുകൊണ്ട് മറന്നു പോകരുത്, ദർശനങ്ങളുടെ ഒരു മനുഷ്യനാണ് പൗലോസ്. ആമേൻ ആമേൻ ഹല്ലേലൂയ. അസാധാരണമായ ദർശനങ്ങളുടെ ഒരു മനുഷ്യൻ. പൗലോസിന്റെ ജീവിതം വെച്ച് പഠിച്ചാൽ മനസ്സിലാകും, അവൻ ദർശനങ്ങളുടെ ഒരു മനുഷ്യനായിരുന്നു. ദൈവം കൊടുത്തത് അതിനൊത്തവണ്ണം ചെയ്യാൻ ആമേൻ സ്തോത്രം തയ്യാറായ ഒരു ദൈവ മനുഷ്യൻ. ആദ്യം കാണുന്ന ദൈവിക ദർശനം ആമേൻ ഈ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ആർക്കും ഉണ്ടാകാത്തതുപോലെ, കാഴ്ച നഷ്ടപ്പെട്ടതുപോലെ
ആഴ്ച നഷ്ടപ്പെട്ടതുപോലെ അവനുണ്ടാകുന്നൊരു ദർശനം, അത് ക്രിസ്തുവിന്റെ ദർശനമാണ്. ക്രിസ്തു അവനോട് സംസാരിക്കുന്ന, ക്രിസ്തു അവനോട് ഇടപെടുന്ന ഒരു ക്രിസ്തുവിന്റെ ദർശനമാണ് അവിടെ ഉണ്ടായത്. ഹല്ലേലൂയ. പെട്ടെന്ന് ആമേൻ, ഹല്ലേലൂയ. രണ്ടാമത്തെ വാക്യത്തിൽ ഒരു പദം കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ വാക്യത്തിൽ പെട്ടെന്ന് ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തിൽ നിന്ന് ഒരു വെളിച്ചമുണ്ടായി. പെട്ടെന്ന് സംഭവിക്കുന്നതൊന്നും നാശത്തിനല്ല, പെട്ടെന്ന് സംഭവിക്കുന്നതെല്ലാം അധികം ഗുണത്തിനു വേണ്ടിയാണ്. ഒരാമേൻ പറഞ്ഞാട്ടെ. ആമേൻ. പെട്ടെന്ന് സംഭവിക്കുന്നതൊന്നും നാശത്തിന് വേണ്ടിയല്ല, പെട്ടെന്ന് സംഭവിക്കുന്നതെല്ലാം അധികം ഗുണത്തിന് വേണ്ടി. തെളിവുണ്ടോ? കൊണ്ട് അവൻ പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ കിടക്കുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തിൽ നിന്ന് ഒരു മുഴക്കമുണ്ടായി. ആ കൊടിയ കാറ്റ് അവിടെ അടിച്ചതുകൊണ്ടാണ് ഇന്നും ഉണർവിന്റെ വക്താക്കളായി നാം ജീവനുള്ളവന്റെ ദേശത്ത് ജീവനുള്ളവർ സാക്ഷിയായി ദൈവത്തെ ആരാധിപ്പാൻ ആത്മാവിലും സത്യത്തിലും കൃപാവരങ്ങളോടുകൂടി അന്യഭാഷകളോടുകൂടി ദൈവത്തെ ആരാധിക്കും. പൗലോസ് പറയുന്നത് പോലെ അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കാൻ പ്രാപ്തരാക്കി, പ്രാപ്തിയില്ലാത്ത ഇടത്തു നിന്ന് അവൻ ഞങ്ങളെ പ്രാപ്തരാക്കിയ ദൈവകരത്തിനാൽ ഇന്ന് പകൽ എത്ര പേർ ദൈവത്തെ സ്തുതിക്കും? ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഇത് പ്രാപ്തിയില്ലാതിരുന്നതാ, എന്നാൽ അവൻ നമ്മെ പ്രാപ്ത. അപ്പൊ ക്രിസ്തുവിന്റെ ദർശനം ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ക്രിസ്തു ദർശനമുള്ളവരായി തീരണം. നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ ക്രിസ്തു ദർശനമുള്ളവരായി തീരണം. ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന, ദൈവം നിങ്ങളോട് ഇടപെടുന്ന ആ ഒരു ക്രിസ്തുവിന്റെ ദർശനത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരേണ്ടത് അനിവാര്യമാ. കണ്ടോ, ആരുടെ മുമ്പിലും കീഴ്പ്പെടാത്തവൻ, ആരും പറഞ്ഞാൽ അനുസരിക്കാത്തവൻ, ദർശനത്തിലൂടെ സംസാരിക്കുന്ന ശബ്ദത്തിനകത്ത് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവൻ, ദൈവരാജ്യത്തിന് വേണ്ടി പോരാടിയവൻ. കണ്ടോ, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് സംഭവിക്കുന്നതൊന്നും വെറുതാവല്ല. പെട്ടെന്ന് മളിക മുറിക്കകത്ത് സംഭവിച്ചത് ഇന്നും ജനമാത്മാവിൽ ദൈവത്തെ സ്തുതിക്കുന്നു. അന്ന് സംഭവിച്ചത് ഇന്നും ഒരു ഉണർവിന്റെ കാറ്റ് പോലെ അനേകം സഭകളെ ഉടലെടുപ്പിക്കുന്നു, അനേകരെ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു, അനേകർ സത്യദൈവത്തിലേക്ക് തിരിയുവാൻ ഇടവരുന്നു. അപ്പൊ ഇത് കാലങ്ങളായി ഉണ്ടായതല്ല. മാളിക മുറിക്കകത്ത് വെച്ച് പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനമുണ്ട്. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഈ പട്ടണം വിട്ടു പോകരുത്, ഈ പട്ടണത്തിൽ തന്നെ കാത്തിരിക്കുക, എന്നിൽ നിന്നും ശക്തി വ്യാപരിക്കുക, അല്ലെങ്കിൽ എന്നിൽ നിന്നും ശക്തി പ്രാപിക്കുവാൻ നിങ്ങൾ ഈ പട്ടണം വിട്ടു പോകരുത്, ഈ പട്ടണത്തിൽ തന്നെ കാത്തിരിക്കുക. എന്തുകൊണ്ടാണ് യേശു കർത്താവ് പറയാനൊരു കാര്യം? ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോകുന്നു, നിങ്ങൾക്ക് പ്രയോജനം, പോകാഞ്ഞാൽ നിങ്ങൾക്ക് കാര്യമില്ല. ഞാൻ പോയാൽ കാര്യസ്ഥൻ വരും, ഞാൻ പോയാൽ ആമൻ നിങ്ങളുടെ വാസസ്ഥലത്തിന്റെ പണി പൂർത്തിയാക്കും. അടുത്ത പദം പറയും, ഞാൻ പോയതുപോലെ മടങ്ങി വരും. എന്തിനാണെന്നറിയാമോ? വാസസ്ഥലത്തിന്റെ പണിക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. അതിന്റെ പണി പൂർത്തിയാകുമ്പോൾ ഞാൻ വേഗം വന്ന് നിങ്ങളെ ചേർത്തുകൊണ്ട് നിങ്ങളുടെ വാസസ്ഥലങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. അതുകൊണ്ട് മറന്നു പോകരുത്, ക്രിസ്തു ദർശനമുള്ളവനായിരുന്നു പൗലോസ്. 16-ാം അധ്യായം 9-ാം വാക്യം ഒന്ന് വായിച്ച്. 16-ാം അധ്യായം 9. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കദോനിയക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്നു, നീ മക്കദോനിക്ക് കടന്നു വന്നു ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നോട് അപേക്ഷിക്കുന്ന ഒരു ദർശനം കണ്ടു. കണ്ടോ? അപ്പൊ ഒന്ന്, പൗലോസിന്റെ ജീവിതത്തിൽ ഉണ്ടായ ദർശനം, ക്രിസ്തുവിനെ കുറിച്ചുള്ള ദർശനം, അതവരെ മാനസാന്തരപ്പെടുത്തി, അതവന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. പിന്നീട് ക്രിസ്തു ഭക്തനായി തീരാൻ സഹായിച്ചു, ക്രിസ്തുവിന്റെ അഭിഷക്തനായി തീരാൻ സഹായിച്ചു. നല്ല പോർപൊരുതി ഓട്ടം തികച്ചു നീതിയുടെ കിരീടം പ്രാപിപ്പാൻ അഭിഷക്തനെ സഹായിച്ചു. പക്ഷേ ക്രിസ്തു ദർശനത്തിന് ശേഷം കിട്ടുന്ന ദർശനം കണ്ടോ? 16:9. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കദോനിയക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്ന്, നീ മക്കദോനിക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായ ഒരു ദർശനം കണ്ടു. രണ്ടാമത്തെ ദർശനം ആത്മാക്കളെ പറ്റിയുള്ള ദർശനം. ഹല്ലേലൂയ. ഒരാമേൻ പറഞ്ഞാട്ടെ. ആത്മാക്കളെ പറ്റിയുള്ള ദർശനം കണ്ടോ? അപ്പം അനേക സഭകളെ പീഡിപ്പിച്ചവൻ, അനേകം ഈ മാർഗക്കാരായ നാം മുമ്പേ വായിച്ച 9-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ 2-ാമത്തെ വാക്യത്തിൽ കിടപ്പുണ്ട്. ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചു കെട്ടി യെരൂശലേമിൽ കൊണ്ടുവരത്തക്കവണ്ണം. കണ്ടോ? അപ്പൊ അവരെ പിടിച്ചു കെട്ടാനും അവരെ ഉപദ്രവിക്കാനും അവരെ യെരൂശലേമിൽ കൊണ്ടുവരുവാനും വേണ്ടിയൊക്കെയാണ് ഇവൻ വന്നത്. കണ്ടോ? അപ്പൊ ഇന്നലകളിൽ എത്രയോ പേരെ പിടിച്ചു കെട്ടിയിട്ടുണ്ടാകും, എത്രയോ പേരെ ഉപദ്രവിച്ചിട്ടുണ്ടാകും. അതിനേക്കാൾ 100 മടങ്ങ് അധികമായി ആമീൻ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, ആമീൻ ദൈവരാജ്യത്തിന് വേണ്ടി ആത്മാക്കളെ നേടുവാനുള്ള എരിവ് കണ്ടോ? ആമീൻ ദൈവാത്മാവ് ഇടപെടുന്നത് പോലെ, ദൈവാത്മാവ് സംസാരിക്കുന്നത് പോലെ ജീവിതത്തെ മാറ്റി
വിലമതിച്ചുകൊണ്ട് ആ ദൈവശബ്ദത്തിനു വേണ്ടി കാതോർക്കുവാൻ, ആ ദർശനത്തിനു വേണ്ടി കാതോർക്കുവാൻ, അതിനൊത്തവണ്ണം ചലിക്കുവാൻ പൗലോസിന് തയ്യാറായി. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, സാഹചര്യം നോക്കിയാൽ ദൈവശബ്ദത്തിനൊത്തവണ്ണം ചലിക്കാൻ കഴിയത്തില്ല. സാഹചര്യങ്ങളെ നോക്കിയിട്ട് ദൈവശബ്ദത്തിന് വിലയിടരുത്. അവൻ പരാജയപ്പെട്ടു പോകും. ദൈവശബ്ദം സാഹചര്യങ്ങൾക്ക് മീതെ പ്രവർത്തിക്കുന്നതാണ്. നീ ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കാൻ തയ്യാറായാൽ നിശ്ചയമായിട്ടും സാഹചര്യങ്ങൾക്ക് അപ്പുറമായി ദൈവശബ്ദം ചലിക്കപ്പെടും. സാഹചര്യങ്ങൾക്ക് അപ്പുറമായി ദൈവശബ്ദം അവൻ ചലിക്കപ്പെടും. ഇന്ന് പകലിൽ ആരാണോ ദൈവശബ്ദത്തിന് മുമ്പിൽ സ്റ്റെപ്പ് എടുത്തു വെക്കുന്നത്, ദൈവത്തിന് അവനെയാണ് ആവശ്യം പ്രയോജനപ്പെടുത്താൻ. ദൈവത്തിന് അവനെയാണ് ആവശ്യം. ഇന്ന് പകലിൽ ദൈവശബ്ദത്തിന് മുമ്പിൽ ആരാണ് സ്റ്റെപ്പ് എടുത്തു വെക്കുന്നത്? ദൈവശബ്ദത്തിന് മുമ്പിൽ ആരാണ് ചുവടുകൾ എടുത്തു വെക്കുന്നത്? അതേ, അടിയനെ അയക്കണമെന്ന് ആരാണ് പറയുന്നത്? ഇന്ന് പകൽ ദൈവത്തിന് അവനെയാണ് ഉപയോഗിക്കേണ്ടത്. ദൈവത്തിന് അവനെയാണ് അവൻ അയക്കേണ്ടത്. ഇന്ന് പകൽ അങ്ങനെ സ്റ്റെപ്പ് എടുത്തു വെക്കുന്നവരോടാണ് ദൈവത്തിന് ദർശനങ്ങളിലൂടെ ഇടപെടാനുള്ളത്. അങ്ങനെ എടുത്തു വെക്കുന്നവരോടാണ് ദൈവത്തിന് തന്റെ ശബ്ദത്തിലൂടെ ഇടപെടാനുള്ളത്. ഇന്ന് പകൽ ദൈവശബ്ദം കേൾപ്പാൻ, ദൈവത്തിന്റെ ദർശനം കാണുവാൻ നിങ്ങളുടെ കണ്ണുകൾ, നിങ്ങളുടെ കാതുകൾ ഈ ദിവസങ്ങൾ ദൈവത്തിനായി സമർപ്പിക്കപ്പെടട്ടെ. ആത്മാക്കളെ പറ്റിയുള്ള ദർശനം. സഭ നിറഞ്ഞതുകൊണ്ട് ആത്മാക്കൾ വേണ്ടെന്നല്ല. ഹല്ലേലൂയ. ഇനിയും അധികമില്ലല്ലോ, വേഗം കർത്താവ് വരുമല്ലോ, അതുകൊണ്ട് ഇനി ആത്മാക്കൾ വേണ്ട എന്നല്ല. കർത്താവിന്റെ വരവ് സംഭവിക്കും. എപ്പോൾ സംഭവിക്കും? ലോകത്തെങ്ങും എല്ലാ ഇടങ്ങളിലും യേശുവിന്റെ നാമം എല്ലാ ചെവികളിലും എത്തപ്പെട്ട് കഴിയുമ്പോൾ അവന്റെ വരവ് സംഭവിക്കും. നിശ്ചയമാണ്, അവൻ വന്നിരിക്കും. ആത്മാക്കളെ കുറിച്ചുള്ള ദർശനം, ആത്മാക്കളെ പറ്റിയുള്ള ദർശനം നമുക്കുണ്ടാകണം. നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ദർശനം. ആമേൻ, ഹല്ലേലൂയ. തകർന്നു കൊണ്ടുപോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ദർശനം, ജീവിതം അടുത്തവരെ കുറിച്ചുള്ള ആത്മാക്കളെ കുറിച്ചുള്ള ആമേൻ ദർശനം, ഹല്ലേലൂയ, നമുക്കുണ്ടായിരിക്കണം. ആത്മാക്കളെ കുറിച്ചുള്ള ദർശനമാണ് അനേകരെ ദൈവസാന്നിധ്യത്തിലേക്ക് ദൈവരാജ്യത്തിന്റെ വക്താക്കളാക്കി കൊണ്ടുവരുവാൻ കർത്താവ് നമ്മെ സഹായിക്കുന്ന. പ്രശ്നങ്ങളുടെ മധ്യത്തിലും പ്രതിസന്ധികളുടെ മധ്യത്തിലും അവൻ അകപ്പെട്ടു പോയി ജീവിതം മുരടിച്ചു തകർന്നു പോയ അനേകരെ ആത്മാവിന്റെ സത്യത്തിലേക്ക് കൊണ്ടുവരുവാൻ ആമേൻ നാം തയ്യാറാകേണ്ടത് അനിവാര്യം. അപ്പൊ ആത്മാക്കളെ പറ്റിയുള്ള ദർശനം, ആത്മാക്കളെ പറ്റിയുള്ള എരിവ് നമുക്കുണ്ടായിരിക്കണം. നശിച്ചു പോകുന്നവരെ കുറിച്ചുള്ള എരിവ്. ഹല്ലേലൂയ. നാം രക്ഷിക്കപ്പെട്ടു, നമ്മുടെ കുടുംബം രക്ഷിക്കപ്പെട്ടു, അത് മതിനോ അല്ല. നാം രക്ഷിക്കപ്പെട്ടെങ്കിൽ, നമ്മുടെ കുടുംബം രക്ഷിക്കപ്പെട്ടെങ്കിൽ അടുത്ത കുടുംബത്തിലേക്ക് അത് വ്യാപരിക്കപ്പെടണം. ആ രക്ഷ അടുത്ത ഭവനത്തിലേക്ക് ആ രക്ഷ വ്യാപരിക്കപ്പെടണം. നമ്മിലൂടെ അനേകം ആത്മാക്കൾ ഉടലെടുക്കേണ്ടത് അനിവാര്യമാ. അനേകം ആത്മാക്കൾ പുറത്തു വരേണ്ടത് അനിവാര്യമാ. ഇന്ന് പകൽ ഇത് ഉറങ്ങുവാനുള്ള സമയമല്ല, ഇത് ആത്മാക്കളെ നേടുവാനുള്ള സമയമാണ്. ഹല്ലേലൂയ. ഇത് ആമേൻ സ്തോത്രം. ഒരിടത്ത് ഒതുങ്ങിയിരിക്കാനുള്ള സമയമല്ല. ആത്മാക്കളെ ദൈവരാജ്യത്തിന് വേണ്ടി ആദായപ്പെടുത്തുവാനുള്ള സമയം, അനേകർ രക്ഷിക്കപ്പെടുവാനുള്ള സമയം, അനേകർ ആമേൻ സ്നാനപ്പെടുവാനുള്ള സമയം, അനേകർ കർത്താവിലേക്ക് തിരിയുവാനുള്ള സമയം, അനേകർ ആമേൻ തങ്ങളുടെ വൃത്തവും പാരമ്പര്യവുമായ സകല കെട്ടുകഥകളെയും വിട്ടെറിഞ്ഞിട്ട് ആമേൻ സത്യദൈവത്തിലേക്ക് തിരിയാനുള്ള സമയം. അതേ, ഈ 2025 അനേകർ രക്ഷിക്കപ്പെടുവാനുള്ള സമയമാണ്. അനേകർ ആമേൻ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാനുള്ള സമയം, അനേകം വിശുദ്ധിയിൽ ജീവിക്കാനുള്ള സമയം, അനേകർ ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുവാനുള്ള സമയം, അനേകർ കർത്താവിനെ അറിയുവാനുള്ള സമയം. ഇന്ന് പകൽ മറന്നു പോകരുത്. ഇത് ആത്മാക്കളെ നേടുവാൻ സാധാരണമായ ആഗ്രഹവും വാഞ്ചയുമുള്ള ദിവസങ്ങളായി ഈ ദിവസങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വർഷം ഒരാളെയെങ്കിലും നേടുവാൻ, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവരെന്ത് പ്രയോജനം? നീ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിലല്ല കാര്യം, നീ പറയാൻ തയ്യാറാകുന്നുണ്ടോ എന്നുള്ളതില കാര്യം. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലല്ലോ, ആരും രക്ഷിക്കപ്പെടുന്നില്ലല്ലോ, പരിപാടി നിർത്തണോ അല്ല. നീ പറയുന്നത് കേട്ടാലും കേട്ടില്ലല്ലോ പറയാൻ നിനക്കൊരു മനസ്സുണ്ടെങ്കിൽ ആമേൻ, ആരൊക്കെയോ നിന്നിലൂടെ പുറത്തു വരാൻ പോകും, ആരൊക്കെയോ നിന്നിലൂടെ പുറത്തു വരാൻ പോകും, ആരൊക്കെയോ ഈ ദിവസങ്ങൾ നിന്നിലൂടെ സ്നാനത്തിനായി സമർപ്പിക്കപ്പെടും, ആരൊക്കെയോ നിന്നിലൂടെ കർത്താവിന്റെ യേശു ദൈവമാണെന്ന് വാഗുകൊണ്ട് ഏറ്റുപറഞ്ഞ മരിച്ചവരുടെ ഇടയിൽ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ച ഹൃദയം കൊണ്ട് വിശ്വസിച്ച് രക്ഷിക്കപ്പെടുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് മറന്നുപോകുന്ന മറ്റൊരുത്തലിന് രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് മനുഷ്യരുടെ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. അതേ ആമേൻ, ഹല്ലേലൂയ. ഈ നാമത്തിന്റെ ശക്തി ആമേൻ നിങ്ങളുടെ മേൽ വ്യാപരിക്കപ്പെടട്ടെ. ഈ നാമം മേലായ നാമം, ഈ നാമത്തെ പോലെ മറ്റൊരു നാമമില്ല. സകല മുഴങ്കാലുകളും അടങ്ങുന്ന നാമം, സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന നാമം, സകല പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്ന ദൈവം, മരിച്ചതിനെ ജീവിപ്പിക്കുന്ന നാമം, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുന്ന നാമം, ഏക സത്യ നിത്യ ദൈവമായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇന്ന് പകൽക്കാലം ലക്ഷങ്ങളും കോടികളും
മറ്റൊരുവനും കിട്ടുന്നതല്ല ഭാഗ്യം. ഏക സത്യ നിത്യ ദൈവമായ താൻ അയച്ച തന്റെ പുത്രനെ വിശ്വസിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് തിരിച്ചറിയുന്ന അവൻ ദൈവമക്കൾ ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. നമുക്ക് ആത്മാക്കളെ കുറിച്ചുള്ള എരിവ് ഉണ്ടായിരിക്കണം. ചതഞ്ഞോടയിൽ കിടക്കുന്നവരെ കുറിച്ചുള്ള എരിവ്, ആമൻ ചെളിയിൽ പൂണ്ടുപോകുന്നവരെ കുറിച്ചുള്ള എരിവ്, ലോകത്തിലും പാപത്തിലും പിശാചിനും അടിമകളായവരെ കുറിച്ചുള്ള എരിവ്. ഈ ദിവസത്തിൽ ആത്മാവിന്റെ തീ അവരുടെ മേൽ കത്തിക്കപ്പെടുവാൻ, അഴുക്കുകൾ അവരിൽ നിന്നും മാറ്റപ്പെടുവാൻ, മാലിന്യതകൾ അവരിൽ നിന്ന് മാറ്റപ്പെടുവാൻ, അവരും കൂടെ പുറത്തു വരുവാൻ ഈ നാളുകൾ നമ്മെ തന്നെ സമർപ്പിക്കേണ്ടത് അനിവാര്യമാണ്. ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ചപ്പോൾ തിരിച്ചറിയാൻ കഴിയാത്ത ശമൂവേല് ഏലിയുടെ നിർദ്ദേശപ്രകാരം അടിയനിതാ, അടിയനി അയക്കണം. അതെ ശമൂവേലേ, നിന്നെയാണ് ദൈവം അയക്കാൻ പോകുന്നത്. എന്തിനാണ് അയക്കാൻ പോകുന്നത്? രാജാക്കന്മാരെയും നേതാക്കന്മാരെയും അഭിഷേകം ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ കരുത്തരായ ഒരു പ്രവാചകനാക്കി ഞാൻ നിന്നെയാണ് ആമേൻ പ്രയോജനപ്പെടുത്താൻ പോകുന്നത്. നിന്നെയാണ് ഞാൻ കൊണ്ടുപോകാൻ പോകുന്നത്. അതുകൊണ്ട് മറന്നു പോകരുത്, ആത്മാക്കളെ കുറിച്ചുള്ള എരിവ് അനിവാര്യമാണ്. നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെ കുറിച്ചുള്ള എരിവ് നമുക്ക് ആവശ്യമാണ്. പ്രവർത്തികളുടെ 18:9. മൂന്നാമത്തെ ദർശനം. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് നീ ഭയപ്പെടാതെ പ്രസംഗിക്കാൻ മിണ്ടാതിരിക്കരുത്. ഓ, കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. 18-ാമത്തെ 9-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയാ, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതെ ഇരിക്കരുത്, മിണ്ടാതെ ഇരിക്കരുത്. പൗലോസിനോട് കർത്താവ് പറയുക, ഞാൻ നിന്നെ വിളിച്ചത് മിണ്ടാതിരിക്കാനല്ല, ഞാൻ നിന്നെ വിളിച്ചത് ഭയപ്പെട്ടിരിക്കാനല്ല, ഞാൻ നിന്നെ വിളിച്ചത് ഹല്ലേലൂയ എവിടെങ്കിലും ആരും അറിയാത്തവരായിരിക്കാനല്ല, മറിച്ച് ഞാൻ നിന്നെ വിളിച്ചത് അടങ്ങിയിരിക്കാനല്ല, ഞാൻ നിന്നെ വിളിച്ചത് ഹല്ലേലൂയ, ഞാൻ നിന്നെ വിളിച്ചത് ഭയപ്പെടാനല്ല, മറിച്ച് ഭയപ്പെടാതെ പ്രസംഗിക്കുക, നീ മിണ്ടാതെ ഇരിക്കരുത്. ഇതാണ് നിന്റെ മേലുള്ള ദൈവത്തിന്റെ ഉദ്ദേശം. ഹല്ലേലൂയ. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ആ രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് പറയാ, നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട, പ്രസംഗിക്കുക, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്. ഹല്ലേലൂയ. നീ പ്രസംഗിക്കുക, പേടിക്കാതെ പ്രസംഗിക്കുക, മിണ്ടാതെ ഇരിക്കരുത്. ഇന്ന് പകൽ ദൈവസഭയോട് ദൈവം നൽകുന്ന അവൻ ആഹ്വാനമാണ്, മിണ്ടാതിരിക്കരുത്. നിന്റെ മേൽ പകരപ്പെട്ട കൃപകൾ ഒരു താലന്ത് കിട്ടിയവൻ കുഴിച്ചിടപ്പെട്ടതുപോലെ നിന്റെ മേൽ പകരപ്പെട്ട പ്രാർത്ഥനയുടെ കൃപ മൂടപ്പെട്ടു പോകും. നിന്റെ മേൽ പകരപ്പെട്ട വെളിപ്പാടിന്റെ കൃപ മൂടപ്പെട്ടു പോകും. നിന്റെ മേൽ പകരപ്പെട്ട പ്രവചനത്തിന്റെ കൃപ മൂടപ്പെട്ടു പോകും. നിന്റെ മേൽ പകരപ്പെട്ട വചനധ്യാനത്തിന്റെ കൃപ മൂടപ്പെട്ടു പോകും. ഇന്ന് പകൽക്കാലം കുഴിച്ചിടപ്പെട്ട് ദുഷ്ടദാസനെ എന്ന വിളിക്ക് പകരം അവൻ നിന്റെ മേൽ ലഭിച്ച പ്രാർത്ഥനയുടെ കൃപയെ വ്യാപാരം ചെയ്യാൻ തയ്യാറായാൽ പ്രാർത്ഥനയ്ക്കകത്ത് ചില മുളകൾ പൊട്ടാൻ പോകുകയാ, ചില പുതിയ നാമ്പുകൾ കേൾക്കാൻ പോകുകയാ. നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ചിലർ പുറത്തു വരാൻ പോകുകയാ. നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് അവൻ ചിലർ ഉത്ഭവിക്കാൻ പോകുകയാ. മരുഭൂമിയായിരിക്കാം, എന്നാൽ മരുഭൂമിയെ മലർവാടിയാക്കുന്ന ഒരു ദൈവകരമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നിരാശകളും ഹല്ലേലൂയ വേദനകളും ഭയപ്പാടുകളും കൊണ്ട് മുടിയിടമായിരിക്കുന്ന ഇതിന്റെ നടുവിൽ ചലിക്കുന്ന ഒരു ദൈവകരമുണ്ടെന്ന് ഇന്ന് പകൽ മറന്നു പോകരുത്. ഒന്ന് ക്രിസ്തുവിന്റെ ദർശനം, രണ്ട് ആത്മാക്കളെ പറ്റിയുള്ള ദർശനം, മൂന്നാമത്തെ ദർശനം സാക്ഷ്യത്തിലുള്ള ദർശനം. നിന്നെ വിളിച്ചത് മിണ്ടാതിരിക്കാനല്ല. നിനക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഉപകാരങ്ങൾ പറയുക. നിന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഉപകാരങ്ങൾ പറയുക. നിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ആ സാക്ഷ്യം പറയുക. അതെ, പൗലോസ് ആദ്യം ചെയ്തത് തന്നെയായിരുന്നു. താൻ എവിടെയില്ല ചെല്ലുന്നു അവിടെയില്ല തന്നെ വിടുവിച്ച ദൈവത്തിന്റെ സാക്ഷ്യം പറയും. ദൈവത്തിന്റെ കരം വെളിപ്പെട്ടുവെന്ന്, ദൈവം തന്നെ പുറത്തെടുത്തുവെന്ന്. ഹല്ലേലൂയ. നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതെ ഇരിക്കരുത്. ഭയം കയറി പലരും മിണ്ടാതെ ഇരിക്കുക, ഭയം കയറി പലരും അവൻ കൃപാവരങ്ങൾ ജ്വലിപ്പിക്കാതിരിക്കുക, ഭയം കയറി പലരും പ്രാർത്ഥിക്കാതിരിക്കുക, ഭയം കയറി പലരും കൽപ്പിക്കാതിരിക്കുക, അവൻ ഭയം കയറി പലരും ഹല്ലേലൂയ ആരാധിക്കാതിരിക്കുക. ഇന്ന് പകൽക്കാലം ഭയമെന്ന കൂട്ടപിശാചിനെ അവൻ പുറത്താക്കിക്കൊണ്ട് ധൈര്യം നിന്റെ അകത്ത് വ്യാപരിക്കട്ടെ. ദാസത്വത്തിന്റെ ആത്മാവിനെ അല്ല, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല നാം പ്രാപിച്ചത്. ആമേൻ. മറിച്ച് ധൈര്യത്തിന്റെ ആത്മാവ്, സുബോധത്തിന്റെ ആത്മാവ്, ആമേൻ, അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സമുദ്രന്റെ ആത്മാവ് ഇന്ന് പകലിൽ എത്ര പേർ അത് വിശ്വസിക്കുന്നു? ഒരു ഭീരുത്വത്തിന്റെ ആത്മാവല്ല എന്റെ മേൽ വ്യാപരിക്കുന്നത്. ധൈര്യമായി ദൈവത്തിന്റെ വചനം ശുശ്രൂഷിപ്പാൻ,
ധൈര്യമായി ദൈവവചനം കൈമാറാൻ, ആമേൻ, ധൈര്യമായി ക്രിസ്തുവിന്റെ സാക്ഷിയായി തീരുവാൻ, ധൈര്യമായി ക്രിസ്തുവിന്റെ പത്രമായി തീരുവാനാണ് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് തന്ന സാക്ഷ്യം, ആമേൻ, അത് നിങ്ങൾക്ക് മാത്രമുള്ള സാക്ഷ്യമാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ സാക്ഷ്യം അനേകരെ പുറത്തെടുക്കും. നിങ്ങളുടെ സാക്ഷ്യം അനേകർക്ക് പുതുജീവനേകും. നിങ്ങളുടെ സാക്ഷ്യം അനേകം ആത്മാക്കളെ, ആമേൻ, ഹല്ലേലൂയ, ദൈവരാജ്യത്തിനു വേണ്ടി ആദായപ്പെടുത്തുവാൻ ഇടവരും. അതുകൊണ്ട് നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതെ ഇരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഫെലിക്സിന്റെ മുമ്പിലും, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, സംഘത്തിന്റെ മുമ്പിൽ, ഹല്ലേലൂയ, ന്യായാധിപന്മാരുടെ മുമ്പിൽ ഭയം കൂടാതെ പ്രസംഗിച്ചതിന്റെ കാരണം എന്താ? ഒരു ശബ്ദം തന്റെ അകത്ത് മുഴങ്ങി. എന്താണ് ശബ്ദം? ഭയപ്പെടാതെ പ്രസംഗിക്കുക. ആമേൻ. ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് താൻ വാ തുറന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ഭയം കയറിയ, ആമേൻ, ഹല്ലേലൂയ, ഭയം കയറിയവർ പറയുക, ഹല്ലേലൂയ, ഇന്ന് ഇത്രയും മതി, പോയിക്കൊള്ളുക, പോയിക്കൊള്ളുക. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, നീതിജ്ഞരോട്, ആമേൻ, രാജാക്കന്മാരോട്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ന്യായാധിപന്മാരോട് ദൈവത്തിന്റെ വചനം കൈമാറിയപ്പോൾ അവരുടെ അകത്ത് ഭയം കയറിയതുപോലെ ഇന്ന് പകൽ മിണ്ടാതെ ഇരുന്നാൽ കാര്യം നടക്കത്തില്ല. അതരം തുറക്കുക, അതരം തുറക്കുക. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. എലിയാവേ, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെടണമെങ്കിൽ, ആമേൻ, കർമ്മേലിന്റെ മലമുകളിൽ നീ വന്നതുകൊണ്ട് വെളിപ്പെടത്തില്ല. ആമേൻ, ഹല്ലേലൂയ. യാഗപീഠം ഒരുക്കിയത് കൊണ്ട് റെഡിയാക, ആമേൻ, വെളിപ്പെടണമെന്നില്ല. മറിച്ച് കർമ്മേലിന്റെ മലമുകളിൽ നിൽക്കുന്നത്, അതെ, യാഗപീഠം നിന്റെ മുമ്പിലുണ്ട്, അതെ, ആമേൻ, എങ്കിൽ വാ തുറക്ക്. ഇന്നു പകലിൽ ഇതിന്റെ മേൽ തീയിറങ്ങാൻ പോകുക. ആമേൻ, നിന്റെ യാഗപീഠത്തിന്റെ മേലുള്ള യാഗവസ്തുവിനെ സ്വർഗം ദഹിപ്പിക്കാൻ പോകുക. ഇന്നു പകലിൽ ആമേൻ, കർമ്മേലിന്റെ മലമുകളിലാണ് നിൽക്കുന്നത്. യാഗപീഠവും മുമ്പിലുണ്ട്. എവിടേക്കോ എവിടുന്നൊക്കെയോ കയറിയ ഭയപ്പാടുകൾ നിമിത്തം മിണ്ടാതെ ഒരൊറ്റത്വം, ആമേൻ, മൗനമായിരിക്കുക, നിർത്തുകാതെ മറിച്ച് എഴുന്നേൽക്കുക, ശട്ടകുടൻ എഴുന്നേൽക്കുക. അകത്തുള്ള പ്രാർത്ഥനയുടെ ആത്മാവ് ശക്തിയോടെ പുറത്തു വരട്ടെ. അകത്ത് നീ പ്രാപിച്ച വെളിപ്പാടിന്റെ ആത്മാവ് ശക്തിയോടെ പുറത്തു വരട്ടെ. അകത്ത് നീ പ്രാപിച്ച അവൻ പ്രവചനത്തിന്റെ ആത്മാവ് ശക്തിയോടെ പുറത്തു വരട്ടെ. ഇന്ന് പകൽ ചിലരെ നേടിയെടുപ്പാൻ നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, വിടാതെ ഇരിക്കരുത്. 22-ാം അധ്യായം 17-18 22-17-18 പിന്നെ ഞാൻ യെരൂശലേമിൽ മടങ്ങിച്ചെന്ന് ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന നേരം ഒരു വിവശതയിലായി. കണ്ടോ? പിന്നെ ഞാൻ യെരൂശലേമിൽ മടങ്ങിച്ചെന്ന് ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന നേരത്തെ ഒരു വിവശതയിലായി. അവനെ കണ്ടു. നീ ബന്ധപ്പെട്ട് വേഗം യെരൂശലേം വിട്ടുപോകാം. കണ്ടോ? അപ്പൊ ഒന്ന് ക്രിസ്തുവിന്റെ ദർശനം, 2 ആത്മാക്കളെ പറ്റിയുള്ള ദർശനം, 3 സാക്ഷ്യത്തിനുള്ള ദർശനം, 4-ാമത്തെ പടി മുന്നറിയിപ്പിന്റെ ദർശനം. കണ്ടോ? 4-ാമത്തെ പടി മുന്നറിയിപ്പിന്റെ ദർശനം. പിന്നെ ഞാൻ യെരൂശലേമിൽ മടങ്ങിച്ചെന്ന് ദേവാലയത്തിൽ പ്രാർത്ഥിക്കും നേരം ഒരു വിവശതയിലായി അവനെ കണ്ടു. നീ ബന്ധപ്പെട്ട് വേഗം യെരൂശലേം വിട്ടുപോകാതെ. മുന്നറിയിപ്പിന്റെ ദർശനം. ദർശനം നീ അനുസരിക്കാൻ തയ്യാറായ ദൈവം നിന്റെ ദർശനങ്ങളിലൂടെ സംസാരിക്കും. ദൈവം നിന്നോട് സംസാരിക്കാത്തതിന്റെ കാരണം നീ ദൈവം പറയുന്നതൊന്നും നീ കേൾക്കുന്നില്ല, കേൾക്കുവാൻ സമയം വെക്കുന്നില്ല, കേൾക്കുവാൻ നിന്നെ തന്നെ ഒരുക്കുന്നില്ല. അത് മാറിപ്പോണം. കേൾക്കുവാൻ നീ തയ്യാറായ ദൈവം നിന്നോട് ഇടപെടാൻ തയ്യാറാണ്. കാണാൻ നീ തയ്യാറായ ദർശനങ്ങളോട് ഇടപെടാൻ ദൈവം തയ്യാറാണ്. അനുസരിക്കാൻ തയ്യാറായ നിശ്ചയമായിട്ട് ദൈവം തന്റെ പ്രവൃത്തിയെ നിങ്ങളുടെ മേൽ അയക്കാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. അപ്പം ക്രിസ്തുവിന്റെ ദർശനം മാത്രമല്ല, സാക്ഷ്യത്തിനുള്ള ദർശനം മാത്രമല്ല, ആത്മാക്കളെ നേടാനുള്ള ദർശനം മാത്രമല്ല, മറിച്ച് ജീവിതത്തിന്റെ മുമ്പിൽ പ്രശ്നങ്ങൾ വെളിപ്പെടുമ്പോൾ, പ്രതിസന്ധികൾ വെളിപ്പെടുമ്പോൾ, ശത്രു കുടുക്കിലാക്കാൻ ശ്രമിക്കുമ്പോൾ ആ കുടുക്കുകളെ പൊട്ടിക്കുന്ന ഒരു മുന്നറിയിപ്പിന്റെ സന്ദേശവും ദൈവത്തിന് കൈമാറാനുണ്ട്. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ശത്രു നിനക്കായി ഒളിച്ചു വെച്ചിരിക്കുന്ന കെണിക്കകത്ത് അകപ്പെടാതെ വണ്ണം ആമേൻ ദൈവത്തിന് നിന്നോട് സംസാരിക്കാൻ കഴിയും.
പക്ഷി വേട്ടക്കാരന്റെ കെണിയിൽ പെട്ടുപോകാതെ വണ്ണം ദൈവത്തിന് നിന്നോട് സംസാരിക്കാൻ കഴിയും. ആമേൻ. തന്റെ പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടല്ലാതെ അവൻ ഒന്നും ചെയ്യാറില്ല എന്ന് തിരുവചനത്തിൽ വായിക്കുന്നെങ്കിൽ ഇന്നു പകലിൽ മറന്നു പോകരുത്. ഇതൊരു മുന്നറിയിപ്പിന്റെ ദർശനമാണ്. ഹല്ലേലൂയ. ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളുടെ മുമ്പിൽ പകച്ചു പോകരുത്. ആമീൻ. ഹല്ലേലൂയ. നീ അവിടെ നിന്നും തിരിഞ്ഞു പോകാം. ഹല്ലേലൂയ. നിനക്കൊരു ഉപദ്രവം നേരിടാൻ പോകുന്നു, ശത്രു അത് ഒരുക്കി വെച്ചിരിക്കുന്നുവെങ്കിൽ ദൈവം അത് നിന്നോട് ഇടപെടുക. ആമീൻ. നിനക്കൊരു ശത്രു ഒരു ട്രാപ്പ്, ഒരു കുഴി കുഴിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഴിയിൽ വീഴാതെ വേണം നിന്നെ വഴിതിരിച്ചു വിടുന്ന ദൈവത്തിന്റെ ഇടപെടൽ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. മുന്നറിയിപ്പിന്റെ ദർശനം എന്തിനാ വെളിപ്പെടുത്തുന്നത് അറിയാവോ? അപകടത്തിൽ നിന്നും നീ രക്ഷപ്പെടാനാണ് ദൈവം ചില മുന്നറിയിപ്പുകൾ തരുന്നത്. നോഹ ഇതുപോലെ ഒരു മുന്നറിയിപ്പിന്റെ പ്രസംഗം പ്രസംഗിച്ചു. ദൈവം പറഞ്ഞതനുസരിച്ച് ഗോഫേർ മരം കൊണ്ടുണ്ടാക്കിയ അതിന്റെ തടി കൊണ്ടുണ്ടാക്കിയ പെട്ടകം പണിതു. ദൈവം പറഞ്ഞതുപോലെ അറകളും വാതിലുകളും പണിതു. ദൈവം പറഞ്ഞു, നീ പോയി സുവിശേഷം പറയുക, നീ പോയി ജനത്തോട് പറയുക. വലിയ ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നു. ജനമെല്ലാം ഈ പെട്ടകത്തിനകത്ത് കഴിയും. ഒരു വലിയ പ്രളയം ഉണ്ടാകാൻ പോകുന്നു. ജനമെല്ലാം ഈ പെട്ടകത്തിനകത്ത് കഴിയും. നോഹയെ, നിന്റെ പ്രസംഗം ഒരു മുന്നറിയിപ്പിന്റെ പ്രസംഗമാണ്. ഈ പ്രസംഗത്തിനകത്ത്, നിന്റെ പെട്ടകത്തിനകത്ത് കയറാൻ ആരുമില്ലെങ്കിൽ നീ ഭയപ്പെടേണ്ട. മുന്നറിയിപ്പുകളെ അവഗണിച്ചാൽ പിന്നെ ജീവിതം നാശമാണ്. ഒരിക്കൽ വാതിലടച്ചാൽ പിന്നെ വാതിൽ തുറക്കത്തില്ല. Praise the Lord. എല്ലാ പണികളും ചെയ്തത് ആശാരിയും നോഹയും കൂടെ ഓർത്താണ്. നോഹയ്ക്ക് ദൈവത്തിൽ നിന്നുള്ള വെളിപ്പാടും ദർശനവും പ്രകാരം ആശാരിയോട് പറഞ്ഞു കൊടുത്തതനുസരിച്ച പണി പൂർത്തിയായി. എത്ര ദിവസം മഴ പെയ്യുമെന്നും എത്ര ദിവസം കഴിഞ്ഞേ മഴ ശാന്തമാകത്തുള്ളൂ ദൈവത്തിനറിയാം. അത്രയും ദിവസക്കാലം സുരക്ഷിതമായി താമസിക്കുവാൻ പറ്റിയ ഒരിടം ദൈവം തന്നെ നോഹയ്ക്ക് ഉണ്ടാക്കി. എന്തുകൊണ്ടാണ് നോഹയ്ക്ക് ദൈവം ഉണ്ടാക്കി കൊടുത്തത്? എന്തുകൊണ്ടാണ് നോഹയോട് സംസാരിച്ചത്? ആ തലമുറയിൽ നീതിമാനും ദൈവഭക്തനുമായിരുന്നു നോഹ. ഉൽപ്പത്തി പുസ്തകത്തിൽ കിടപ്പുണ്ട്. ഹാനോക്കിന്റെ കൊച്ചുമകനാണ് നോഹ. ഹല്ലേലൂയ. അപ്പൊ നോഹയും ദൈവത്തോടു കൂടി നടന്ന മനുഷ്യനാണ് നോഹയും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോഹയുടെ ജീവിതത്തെ ദൈവം ചില കാര്യങ്ങൾ അരുളി ചെയ്യുക, എല്ലാം ഉണ്ടാക്കി റെഡിയാക്കി ജനത്തോട് ഒരു മഹാപ്രളയം ഉണ്ടാകും, നിങ്ങളെല്ലാം ഈ പെട്ടകത്തിൽ കയറണമെന്ന് പറഞ്ഞപ്പോൾ ആരും കയറാതെ നിന്നപ്പോൾ യഹോവയാം ദൈവം പറയുക, നീ ഭാരപ്പെടണ്ട. നീ എന്തിനാ ഭാരപ്പെടുന്നത്? ഇത് നിന്റെ ജോലിയല്ലല്ലോ. ഞാനല്ലേ നിന്നോട് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത്, ഞാനല്ലേ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. നീ ഭാരപ്പെടുന്നത് എന്തിനാ? നിന്നോട് ഞാൻ മുന്നറിയിപ്പ് കൊടുക്കാൻ പറഞ്ഞു, നീ മുന്നറിയിപ്പ് കൊടുത്തു. ഇനിയും ഈ ജനം ഈ മുന്നറിയിപ്പിനെ അവഗണിക്കുന്നെങ്കിൽ ഈ ദേശവും ഈ ജനവും നശിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, യഹോവയാം ദൈവം പറഞ്ഞതനുസരിച്ച് ചില മൃഗങ്ങളെ പെട്ടകത്തിനകത്തേക്ക് കയറ്റി. എല്ലാം പറഞ്ഞതനുസരിച്ച് ചെയ്തു. പക്ഷേ വാതിലടച്ചത് യഹോവയാണ്. അവിടെ പറയുന്നു, യഹോവ പെട്ടകത്തിന്റെ വാതിൽ അടച്ചു എന്ന് പറഞ്ഞാൽ നോഹ അടച്ചാൽ ചിലപ്പോൾ നോഹ വീണ്ടും തുറന്നേക്കും. യഹോവ അടച്ചാൽ അത് യഹോവയ്ക്ക് മാത്രമേ തുറക്കാൻ കഴിയൂ. മുന്നറിയിപ്പുകളെ അവഗണിക്കുന്ന ഒരുവനും പെട്ടകത്തിനകത്ത് വേണ്ട. മുന്നറിയിപ്പുകളെ സ്വീകരിക്കുന്നവൻ മാത്രം പെട്ടകത്തിനകത്ത് മതി. അതേ കാലത്തിന്റെ സ്തോത്രം പോക്കിൽ ഈ കാലത്തിൽ വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. താൻ പോയതുപോലെ വീണ്ടും വരും, കാഹളം ധ്വനിക്കും. ഈ മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നവൻ നിത്യമായ നരകത്തിലേക്ക് തള്ളപ്പെട്ടു പോകും. എന്നാൽ മുന്നറിയിപ്പുകളെ സ്വീകരിക്കുന്നവന്റെ ജീവിതം ധന്യമായി തീരും. അവന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, അവന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് മറന്നു പോകരുത്, മുന്നറിയിപ്പുകളെ അവഗണിച്ചാൽ അത് ഭയങ്കര വിപത്തുണ്ടാക്കും. ഇവിടെ പെട്ടകത്തിന്റെ വാതിൽ യഹോവയാണ് അടച്ചത്.
ഇനിയും പ്രളയം വരുമ്പോൾ ആര് നിലവിളിച്ചുകൊണ്ട് പെട്ടകത്തിന്റെ അടുത്തേക്ക് ഓടി വന്നാലും വാതിൽ തുറക്കത്തില്ല, ഒരുവൻ അടച്ചു ഭദ്രമാക്കിയേക്കുക. ഇതുപോലെ പുതിയ നിയമത്തിനകത്ത് ഒരു ഉപമയ്ക്കകത്ത് മണവാളൻ വന്നു മണിയറയിലേക്ക് കയറി വാതിൽ അടച്ചു. വാതിലടച്ച ശേഷം കുറെ എണ്ണം വന്ന് വാതിൽ തട്ടുക. ഇല്ല, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. വാതിൽ അടച്ചാൽ പിന്നൊരു പരിപാടി നടക്കത്തില്ല. കാഹളം ധരിച്ചു കഴിഞ്ഞാൽ പിന്നൊരു പരിപാടി നടക്കത്തില്ല. എടുക്കപ്പെടേണ്ടവർ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നൊന്നും പിന്നൊരു പരിപാടികൾ നടക്കത്തില്ല. പ്രിയരെ, മുന്നറിയിപ്പുകൾ നിരവധി തവണ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടപ്പോഴും മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ട്, മുന്നറിയിപ്പുകളെ മാറ്റിക്കൊണ്ട് ജീവിതം ഇഷ്ടത്തിനൊത്തവണ്ണം ജീവിതത്തെ അലങ്കരിച്ചു പോയത് കൊണ്ട് നിനക്ക് നഷ്ടപ്പെടുന്നത് സ്തോത്രം നിത്യമായ ദൈവമൊരുക്കി വെച്ചിരിക്കുന്ന വാസസ്ഥലമാണ്. മറന്നുപോകരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് മുന്നറിയിപ്പുകളെ അവഗണിക്കരുത്. മുന്നറിയിപ്പുകൾ, തിരുവചനം നമ്മോട് പറയുന്ന പുതിയ നിയമത്തിന്റെ മുന്നറിയിപ്പ് എന്താണെന്നറിയാമോ? കർത്താവ് വീണ്ടും വരുമെന്ന മുന്നറിയിപ്പ്. കാഹളം ധ്വനിക്കുമ്പോൾ എടുക്കപ്പെടണമെന്നുള്ള മുന്നറിയിപ്പ്. ഹല്ലേലൂയ. വിശുദ്ധന്മാരെ ചെറുക്കുവാൻ രാജാവ് വരുമെന്നുള്ള മുന്നറിയിപ്പ്. രാജാവ് വരുമ്പോൾ നാം പറന്നു പോകണമെന്നുള്ള മുന്നറിയിപ്പ്. ഈ മുന്നറിയിപ്പുകളെ ആരവഗണിച്ചാലും ഹല്ലേലൂയ, പിന്നെ ഒരു കാഹളം ധ്വനിയില്ല, പിന്നെ വിശുദ്ധന്മാരെ ചേർക്കലില്ല. അതുകൊണ്ട് മറന്നു പോകരുത്, ധ്വനിക്കുമ്പോൾ പറന്നു പോകാൻ. അല്ല, ഈ ഭൂമിയിൽ നമ്മൾ മണ്ണോട് ചേരുന്നെങ്കിൽ നമ്മുടെ നിത്യത കർത്താവിനോടൊപ്പമാക്കാൻ ഇതൊരു മുന്നറിയിപ്പാണ്. ഈ മുന്നറിയിപ്പുകളെ അവഗണിച്ചാൽ നിത്യത നഷ്ടപ്പെട്ടു പോകും. നിത്യത നഷ്ടപ്പെട്ടിട്ട് 110 വയസ്സ് വരെ ജീവിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യം പ്രത്യേകിച്ചൊന്നുമില്ല. സ്തോത്രം. അവിടെ കൊണ്ട് ആ ഭാഗം നിർത്തുക. അതുകൊണ്ട് മുന്നറിയിപ്പുകളെ അവഗണിക്കരുത്. വചനം പറയുന്ന മുന്നറിയിപ്പുകളെ അവഗണിക്കരുത്. വചനം പറയുന്ന ദൈവം പറയുന്ന മുന്നറിയിപ്പുകളെ അവഗണിച്ചാൽ അധികം നിനക്ക് ഓടാൻ കഴിയത്തില്ല. നിന്റെ വണ്ടിയുടെ എഞ്ചിൻ കംപ്ലൈന്റ് ആകും. മുമ്പോട്ട് വണ്ടി ഓടത്തില്ല. അവിടെ കൊണ്ട് വണ്ടി നിൽക്കും. പിന്നെ ഒന്നിനും ആർക്കും ഒരു പ്രയോജനമില്ലാത്തതായി തീരും. അതുകൊണ്ട് തിരുവചനത്തിന്റെ മുന്നറിയിപ്പുകളെ അവഗണിക്കരുത്. ഒരു നാൾ സത്യമായിരുന്നു, ഇത് സ്വീകരിക്കേണ്ടതായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. മനുഷ്യ, ഇതാണ് സുപ്രസാദ കാലം, ഇതാണ് രക്ഷാദിവസം. ഇന്നു പകലിൽ മുന്നറിയിപ്പുകളെ അവഗണിക്കാതെ, ആ മുന്നറിയിപ്പുകൾ എനിക്ക് വേണ്ടിയാണ്, അരുമനാഥന്റെ ഹല്ലേലൂയ വാസസ്ഥലത്തേക്ക് പറന്നു പോകാനാണ് എന്ന ചിന്തയോടെ മുന്നറിയിപ്പുകളെ സ്വീകരിച്ചാൽ നിന്റെ ജീവിതം ധന്യമായി തീരും. 23-ാം അധ്യായം 16-ാം വാക്യം. ഈ പതിയിരിപ്പിനെ കുറിച്ച് പൗലോസിന്റെ പെങ്ങളുടെ മകൻ കേട്ടിട്ട് ചെന്ന് കോട്ടയിൽ കടന്ന് പൗലോസിനെ അറിയിച്ചു. റോമിൽ ശുശ്രൂഷിക്കുന്ന ദർശനം കണ്ടു. 23-ാം അധ്യായം 16-ാം വാക്യമാണ് വായിച്ചത്. 23-ാം അധ്യായം അത് മുഴുവനായി വായിക്കുമ്പോൾ മനസ്സിലാവും. ഈ പതിയിരിപ്പിനെ കുറിച്ച് പൗലോസിന്റെ പെങ്ങളുടെ മകൻ കേട്ടിട്ട് ചെന്ന് കോട്ടയിൽ കിടന്ന പൗലോസിനോട് അറിയിച്ചു. റോമിൽ ശുശ്രൂഷിക്കണം എന്നുള്ള ദർശനം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. മീറ്റിംഗ് വിളിച്ച് ബുക്ക് ചെയ്ത് ഡേറ്റ് ഡയറിയിട്ടിട്ടല്ല പൗലോസ് പോകുന്നത്, മറിച്ച് ദർശനത്തിലൂടെ ദൈവം സംസാരിക്കും. എങ്ങോട്ട് പോകണം? ദർശനത്തിലൂടെ ദൈവം ഇടപെടും. എങ്ങനെ ചലിക്കണം, എവിടെ പോകണം, അവിടെയാണ് ദൈവപ്രവൃത്തിയുള്ളത്. ദൈവം പറയുന്നിടത്ത് പോകുമ്പോഴാണ് ദൈവപ്രവൃത്തി കാണാൻ സാധിക്കുന്നത്. നിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം പോയാൽ ദൈവപ്രവൃത്തി കാണത്തില്ല. ദൈവം പറയുന്നിടത്ത് പോകുമ്പോഴാണ് ദൈവത്തിന് സംസാരിക്കാനുള്ളത്. നിന്റെ ഇഷ്ടപ്രകാരം പോയാൽ ബുദ്ധിയുടെ പ്രമാണം മാത്രമേ ഉള്ളൂ. ദൈവം പറയുന്ന ഇടത്ത് പോയാലേ അസാധാരണമായുള്ള കാര്യങ്ങൾ കാണാൻ നിനക്ക് സാധിക്കുകയുള്ളൂ. ദൈവം പറയുന്നിടത്ത് പോകാതെ മറ്റിടങ്ങളിലേക്ക് പോയാൽ, നിന്റെ ഇഷ്ടപ്രകാരം പോയാൽ അവിടെ നിന്റെ ബുദ്ധി കൊണ്ടുള്ള പ്രഹസനങ്ങൾ മാത്രമേ കാണുവാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് റോമിൽ ശുശ്രൂഷിക്കുന്ന ദർശനം ദൈവം പൗലോസിന് കൊടുക്കുകയാണ്. അപ്പം ശുശ്രൂഷകൾ വിളിച്ചു ബുക്ക് ചെയ്തിട്ടല്ല, മറിച്ച് ദർശനത്തിലൂടെയാണ്
ദൈവം ഇടപെട്ടിരുന്നു. പ്രിയരേ, ആമേൻ, സ്തോത്രം. എന്ത് കുടിക്കും എന്ത് കഴിക്കും എന്നതിനെ കുറിച്ച് ആകുലപ്പെടരുത്. നിങ്ങളുടെ പിതാവ് ആമേൻ നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം കരുതി വെച്ചിട്ടുണ്ട്. അതെ, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുൽ അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. നിങ്ങളുടെ ബുദ്ധിമുട്ട് അവന്റെ മേൽ വെച്ചുകൊള്ളുക. തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശു മുഖാന്തരം അതിനെ പൂർണ്ണമായി തീർത്തു തരാൻ കരുത്തുള്ള ഒരുവന്റെ കരത്തിലേക്ക് നിന്റെ ബുദ്ധിമുട്ടുകളെ വെച്ചുകൊള്ളുക. കരുതാൻ നിനക്കൊരാൾ സ്വർഗത്തിലുണ്ട്. ഒരുപക്ഷെ നീയൊന്നും കരുതി വെച്ചിട്ടില്ലായിരിക്കാം, നീയൊന്നും നേടി വെച്ചിട്ടില്ലായിരിക്കാം. പക്ഷെ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ആമൻ സ്വർഗത്തിലെ പിതാവ് നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽ ദൈവകരുതലിന്റെ ആഴങ്ങൾ ആമേൻ 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 ആമേൻ. മനുഷ്യൻ തന്നാൽ, മനുഷ്യൻ കരുതിയാൽ ആ കരുതലിന് പരിധിയുണ്ട്, പരിമിതികളുണ്ട്. എന്നാൽ ദൈവം ഒരുവൻ കൊടുത്താൽ ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറക്കപ്പെടും. സ്ഥലം പോരാതെ വണ്ണം ദൈവം കൊടുക്ക്. 5 അപ്പം കൊണ്ട് 2 മീനിനെ അവൻ വാഴ്ത്തി നുറുക്കിയത് അവൻ പരാപരമെടുത്തു എന്നല്ല, അവർ ഭക്ഷിച്ചു തൃപ്തരായി ശേഷിച്ച കൂട്ട നിറച്ചെടുത്തു എന്ന. അവൻ ദൈവം പരാപരം നൽകുന്നവനല്ല, ഒരു ശേഷിപ്പ് വെളിപ്പെടുത്തുമാറ് മതി കർത്താവേ എന്ന് പറയുമാറ് അവൻ നിന്നെ അനുഗ്രഹിക്കുന്നവനാണ്. അതുകൊണ്ടാണ് പറയുന്നത്, കിളിവാതിലുകൾ തുറക്കും, സ്ഥലം പോരാതെ വണ്ണം ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അതുകൊണ്ട് അവൻ മുമ്പിലേക്ക് പോകേണ്ട വഴികൾ, റോമിൽ ശുശ്രൂഷിക്കുന്നതിനെ കുറിച്ചുള്ള ദർശനം, മുമ്പിലേക്ക് പോകേണ്ട വഴികൾ, ശുശ്രൂഷ സംബന്ധമായ വഴികൾ, ഇതെല്ലാം ദൈവത്തിന് ദർശനത്തിലൂടെ നിന്നോട് ഇടപെടാൻ കഴിയും. 24-ാമത്തെ വാക്യം വായിച്ചതിന്റെ പൗലോസിനെ കയറ്റി ദേശാധിപതിയായ ഫെലിക്സിന്റെ അടുക്കൽ ക്ഷേമത്തോടെ എത്തിപ്പാൻ മൃഗവാഹനങ്ങളെ സംരക്ഷിപ്പിൻ എന്ന് കൽപ്പിച്ചു. കണ്ടോ, സംരക്ഷണ ദർശനം. ദൈവം ഒരു ഭക്തനെ സംരക്ഷിക്കുന്നു. ദൈവത്തിന് ഭക്തനെ സംരക്ഷിക്കാൻ കഴിയും. എത്ര വലിയ പ്രതിസന്ധിയുടെ നടുവിലും എത്ര വലിയ പ്രതികൂലങ്ങളുടെ നടുവിലും ദൈവത്തിന് തന്റെ ഭക്തനെ സംരക്ഷിക്കാൻ കഴിയും. മാനസികമായി നിനക്കൊരു സംരക്ഷണവും ഉണ്ടായെന്ന് വരികയില്ല, പക്ഷെ ദൈവത്തിന് ഒരു ഭക്തനെ സംരക്ഷിക്കാൻ കഴിയും. മാനുഷികമായി നീ സംരക്ഷിക്കുന്നതൊന്നും ഒരു സംരക്ഷണമാകുകയില്ല. എന്നാൽ ദൈവം ഒരു മനുഷ്യനെ സംരക്ഷിച്ചാൽ ഒരു ശത്രുവിനും അവനെ കണ്ടുപിടിക്കാൻ കഴിയത്തില്ല, ഒരു പിശാചിനും അവനെ തൊടാൻ കഴിയത്തില്ല. അതാണ് ദൈവത്തിന്റെ സംരക്ഷണം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സംരക്ഷണ വലയം ഭേദിച്ച് ആർക്കും നിന്നെ തൊടാൻ കഴിയത്തില്ല. ഒരുപക്ഷെ ശത്രു നിന്റെ അടുത്തൂടെ പോയെന്നിരിക്കും, നിന്നെ കണ്ടെന്നിരിക്കും, പക്ഷേ ദൈവത്തിന്റെ സംരക്ഷണ വലയം ഉള്ളിടത്തോളം കാലം അവന് നിന്നെ തൊടാൻ കഴിയത്തില്ല, അവന് നിന്നെ തൊടാൻ കഴിയത്തില്ല. ഇതൊരു സംരക്ഷണ ദർശനം. പൗലോസിനെ കയറ്റി ദേശാധിപതിയായ ഫെലിക്സിന്റെ അടുക്കൽ ക്ഷേമത്തോടെ എത്തിപ്പാൻ മൃഗവാഹനങ്ങളെ സംരക്ഷിപ്പി എന്ന് കൽപ്പിച്ചു. അതുകൊണ്ട് മറന്നുപോയത് സംരക്ഷണ ദർശനമാണ്. നിന്നെ സംരക്ഷിക്കുവാൻ ദൈവം ചിലതിനോട് കൽപ്പിക്കും, നിന്നെ സൂക്ഷിക്കുവാൻ ദൈവം ചിലതിനോട് കൽപ്പിക്കും. അതുകൊണ്ടാണല്ലോ ആമേൻ 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 ഹല്ലേലൂയ, പരീക്ഷകനായ പിശാച് യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ ആമേൻ 3-ാമത്തെ പരീക്ഷയിൽ പറയുക, ഇവിടെ നിന്ന് എടുത്ത് താഴേക്ക് ചാടുക, ആമേൻ ദൂതന്മാരോട് കൽപ്പിച്ചുകൊള്ളുന്നു. ഹല്ലേലൂയ. കണ്ടോ, ഭക്തനെ സംരക്ഷിക്കുവാൻ ദൂതന്മാരുണ്ട്, പുതിയ നിയമ സഭയെ സംരക്ഷിക്കാൻ ദൂതന്മാരുണ്ട്, ആമേൻ ദൈവജനത്തെ സംരക്ഷിക്കാൻ ദൂതന്മാരുണ്ട്. നിനക്കും എനിക്കും ഉള്ളത് മനുഷ്യനല്ല, അല്പപ്രാണിയായ മനുഷ്യനല്ല. നിന്നെയും എന്നെയും സംരക്ഷിക്കുന്നത് ആമേൻ ഹല്ലെ പുല്ലിന് സമമായ മനുഷ്യനല്ല. നിന്നെയും എന്നെയും സംരക്ഷിക്കുന്നത് ആമേൻ ഇന്ന് കണ്ട് നാളെ വാടുന്ന മനുഷ്യനല്ല. എന്നെയും നിന്നെയും സംരക്ഷിക്കുന്നത് ഉറച്ചു നിൽക്കുന്ന ശ്വാസമുള്ള ഒരു മനുഷ്യനല്ല. എന്നെയും നിന്നെയും സംരക്ഷിക്കുന്നത് ദൈവത്തിന്റെ ദൂതന്മാരാണ്. എത്രപേർ വിശ്വസിക്കുന്നത് എന്നെയും നിങ്ങളെയും സംരക്ഷിക്കുന്നത് മനുഷ്യനല്ല, മാനുഷിക ബുദ്ധിയല്ല. എന്നെയും നിന്നെയും സംരക്ഷിക്കുന്നത് ദൈവത്തിന്റെ ജ്ഞാനം കൊണ്ട്, ദൂതന്മാരെ കൊണ്ടാണ് ദൈവം നമ്മെ സംരക്ഷിപ്പിക്കുന്നത്. ഒരനർത്ഥവും ഭവിക്കാതെ വണ്ണം, ഒരു ബാധയും അടുക്കാതെ വണ്ണം, ആമേൻ നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കാതെ വണ്ണം നിന്നെ സംരക്ഷിക്കുന്ന ഒരു സംരക്ഷണ വ്യക്തിയുണ്ട്. പഴയ നിയമത്തിനകത്ത് കട്ടളപ്പടിമേൽ കുറുമ്പടിമേൽ കുഞ്ഞാടിന്റെ രക്തം കണ്ടെടുത്ത് സംഹാരകൻ കയറാതെ മടങ്ങിപ്പോയെങ്കിൽ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തമായ യേശുവിന്റെ രക്തം. അതാണ് പൗലോസ് പറഞ്ഞത്, അവന്റെ രക്തം എന്റെ ശരീരങ്ങൾ ചൂടടയാളമായി സ്വീകരിച്ചിരിക്കുന്നെങ്കിൽ ഒരനർത്ഥവും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല, ഒരു ബാധയും അടുക്കത്തില്ല. ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്, ഇത് ദൈവാത്മാവ് വസിക്കുന്ന ഇടമാണ്. അതുകൊണ്ട് ഒരനർത്ഥവും ഒരു അനർത്ഥത്തിനും ഒരു ബാധയ്ക്ക് നിന്റെ കൂടാരത്തിന് മേൽ വാഴുവാൻ അനുവദീനമല്ല. അതുകൊണ്ട് മറന്നുപോകരുത്. നിന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. യേശുവിന്റെ രക്തത്താൽ ഓരോ ഭക്തനും
ആമേൻ, ഹല്ലേലൂയ, സംരക്ഷണം ചെയ്തിരിക്കുകയാണ്. യേശുവിന്റെ രക്തത്താൽ ഓരോ ഭക്തരും ആമേൻ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ശത്രുവിന് അവനെ തൊടുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ആമേൻ ദാവീദ് പറയുന്നത്, ആമേൻ, ഹല്ലേലൂയ, ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ നിർഭയനായിരിക്കും. കാരണം ആമേൻ, യഹോവ എന്റെ പക്ഷത്തുള്ളത് കൊണ്ട് മനുഷ്യരെന്നോട് എന്ത് ചെയ്യാൻ കഴിയും? പ്രിയരെ, ഞാൻ നിങ്ങളോട് പറയാം, യഹോവ നിങ്ങളുടെ പക്ഷത്തുണ്ടെങ്കിൽ മനുഷ്യന് നിങ്ങളോട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ ലോകം മുഴുവനും നിങ്ങളുടെ കൂടെയുണ്ട്, കർത്താവ് നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ യാതൊരു പ്രയോജനവുമില്ല. അപ്പൊ ലോകക്കാരെ അല്ല കർത്താവിന്റെ പ്രീതി സമ്പാദിക്കുക. കർത്താവ് നിന്നിൽ പ്രസാദിക്കട്ടെ, കർത്താവ് നിന്നെ ഇഷ്ടപ്പെടട്ടെ, കർത്താവ് നിന്നോട് സംസാരിക്കട്ടെ, കർത്താവിന്റെ സാന്നിധ്യം നിന്റെ മേൽ പകരട്ടെ. അങ്ങനെയാണെങ്കിൽ നിന്റെ ജീവിതം ധന്യമായി തീരും. അപ്പം സംരക്ഷിക്കുന്നു ദൈവം. അതുകൊണ്ട് മറന്നു പോകരുത്. ഒറ്റ വാക്യം കൂടെ വായിച്ച് നിർത്തിക്കൊള്ളാം. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ച്. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ലെങ്കിലും അത് ആവശ്യമായിരിക്കുന്നു. ഞാൻ കർത്താവിന്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറവാൻ പോകുന്നു. ഒന്നുകൂടെ പറഞ്ഞ, പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല എങ്കിലും അതാവശ്യമായി. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 1 മുതൽ 4 വരെ അതാവശ്യമായിരിക്കുന്നു. ഞാൻ കർത്താവിന്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറവാൻ പോകുന്നു. ക്രിസ്തുവിലുള്ളൊരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല. ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പറുദീസയോളം എടുക്കപ്പെട്ടു. അറിയുന്നില്ല. ദൈവം അറിയുന്നു. മനുഷ്യൻ ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. കണ്ടോ, സ്വർഗത്തിൽ കയറിപ്പോയവൻ എവിടെ എത്തിയെന്നും അവിടെ എന്ത് കേട്ടെന്നും പൗലോസ് എഴുതുകയാണ്. അപ്പം 1 ക്രിസ്തുവിനെ കുറിച്ചുള്ള ദർശനം, 2 ആത്മാക്കളെ പറ്റിയുള്ള ദർശനം, 3 സാക്ഷ്യത്തിനുള്ള ദർശനം, 4 മുന്നറിയിപ്പിന്റെ ദർശനം, 5 റോമിൽ ശുശ്രൂഷിക്കുന്ന ദർശനം, 6 സംരക്ഷിക്കുന്ന ദർശനം, 7-ാമത്തെ പദം സ്വർഗീയ ദർശനം. ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, അവൻ സ്വർഗത്തോളം 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു, പറുദീസയോളം എടുക്കപ്പെട്ടു. 1 പറുദീസയോളം എടുക്കപ്പെട്ടവൻ. 2 അവിടെ സംസാരിക്കുന്ന ഭാഷ പറഞ്ഞു. അവിടെ കൊണ്ട് നിർത്തുകയാണ്. ഒരുപക്ഷെ പൗലോസ് ഇതിലും കൂടുതൽ കണ്ടിട്ടുണ്ടായിരിക്കാം. എഴുതാൻ ദൈവാത്മാവ് പ്രേരിപ്പിച്ച് കാണത്തില്ലായിരിക്കാം. അല്ലെങ്കിൽ ഇത്ര മാത്രമേ ഉള്ളായിരിക്കാം പൗലോസ് കണ്ടത്. കാരണം അടുത്തൊരു ഭാഗം തുറക്കുന്നത് പത്മോസിൽ യോഹന്നാന്റെ മുമ്പിലാണ്. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നിനക്ക് എന്നെ കാണാൻ കഴിയത്തില്ല എന്ന് എഴുതി വെച്ചിരിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ അതെ, അവനിൽ വിശ്വസിക്കുന്നവർക്ക് അവനെ കാണാം എന്ന തലത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുക. നമ്മുടെ ധാരണ മരിച്ചു കഴിഞ്ഞ് ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപിരിയുമ്പോഴാണ് സ്വർഗത്തിൽ പോകാൻ പറ്റുന്നത്. നോ, അല്ല. ജീവനോടെ ഇരിക്കുമ്പോൾ തന്റെ ഭക്തന് തന്റെ വാസസ്ഥലത്തിലേക്ക് പോകാം. ജീവനോടെ ശേഷിക്കുമ്പോൾ തനിക്ക് തന്നെ നിർമ്മിച്ച സൃഷ്ടാവിന്റെ അടുക്കലേക്ക് പോയി വരാം. അതാണ് പൗലോസ് പറയുന്നത്. താൻ ജീവനോടിരിക്കുമ്പോൾ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു, പ്രതീക്ഷ വരെ എടുക്കപ്പെട്ടു. അതുകൊണ്ട് അതൊരു സ്വർഗീയ ദർശനമാണ്. സ്വർഗീയ ദർശനം കാണുവാൻ പൗലോസിന് മാത്രമല്ല, അവരിൽ വിശ്വസിക്കുന്ന എനിക്കും നിങ്ങൾക്കും കാണാൻ സാധിക്കും. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുകയും തുറക്കപ്പെടും. ഇന്ന് പകൽ ചോദിക്കാമെങ്കിൽ അസാധാരണമായ കാഴ്ചകളെ ദൈവം നിന്നെ കാണിക്കും. പൗലോസും യോഹന്നാനും ഒന്നും കണ്ടിട്ടില്ലാത്ത, മറ്റ് ഭക്തന്മാർ കണ്ടിട്ടില്ലാത്ത, മറ്റ് ദൈവദാസന്മാർ കണ്ടിട്ടില്ലാത്ത
കാര്യങ്ങളെ ദൈവത്തിന് കാണിപ്പാൻ പദ്ധതിയുണ്ട്. ഈ ദിവസങ്ങളിൽ സ്വർഗീയ ദർശനത്തിന് വേണ്ടി നിങ്ങളെ തന്നെ കൃത്യകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം. കർത്താവേ, അങ്ങനെയൊന്ന് കാണിക്കണം. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ സ്വപ്രതീക്ഷയോളം എടുക്കപ്പെടണമെങ്കിൽ ശുദ്ധീകരണം വെളിപ്പെട്ടാലേ പറ്റൂ. ശുദ്ധീകരണമുള്ളവന് മാത്രമേ ദൈവസന്നിധിയിൽ ദൈവം വിരിക്കുന്ന ഇടമായ ആമിന പറുദീസയിൽ ആ സ്വർഗത്തിൽ എടുത്തുവാൻ സാധിക്കും. എല്ലാ കണ്ണുകളും കർത്തൃസന്നിധിയിൽ അറിയട്ടെ.